കാലത്തെ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ കാലത്ത് തന്നെ പാടത്ത് പോകണം. കാലത്ത് കൊണ്ടുപോയി ഞങ്ങൾക്കൊരു പണിക്കാരുണ്ടായിരുന്നു. അവരുടെ അടുത്ത് കൊണ്ടുപോയി കാളേനെ കൊണ്ടുപോയി പാടത്ത് എത്ര മണിക്ക് വെളുപ്പിന് 6 മണിക്ക് കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയി കൊടുക്കണം. പാടത്ത് കൊണ്ടുപോയി കാളേനെ കൊടുത്തു കഴിഞ്ഞിട്ട് കാളയ്ക്ക് ഇവിടുന്ന് കാലത്ത് വെള്ളം തിളപ്പിച്ച് വെള്ളം കൊടുക്കണം. അത് കഴിഞ്ഞ് കാളേനെ കൊണ്ടുപോകണം. കാളേനെ കൊണ്ടുപോയി അവിടെ ആക്കി കഴിഞ്ഞിട്ട് പണിക്കാരൊക്കെ ഉണ്ടാവും. പണിക്കാരുടെ കൂടെ പാടത്ത് നിൽക്കും. പാടത്ത് നിന്ന് എന്താ പറയാ, അവിടെ നിന്ന് പാടത്തെ പണികള്, ഇത് നിലം ഉഴുവല് കഴിഞ്ഞിട്ട് ഉഴുത് കഴിഞ്ഞ് അവിടെ ചെരുപ്പ് കൊണ്ട് നിലം അടിക്കല്. അതിക്ക് മുന്നേ വെള്ളം തിരിക്കലുണ്ട്. വെള്ളം തിരിക്കൽ എന്ന് പറഞ്ഞാൽ രാത്രി പോയി പാടത്ത് കിടക്കണം. ഇല്ല പാടത്ത് വടക്കേ അറ്റത്ത് പാടത്ത്, ഇപ്പൊ എയർപോർട്ടിൽ ഇരിക്കുന്ന ഭാഗത്ത് അവിടെ പോയതെന്ന് വെച്ചാൽ അവിടെ രാത്രിയാണ് പ്രേതങ്ങളൊക്കെ വന്നാണെന്ന് പറയണത്. അപ്പൊ അവിടെ പോയി കലങ്കുമ്പോ കിടക്കും. കലങ്കുമ്പോ ഇങ്ങനെ ഓരോ കലങ്കുമ്പോ ആൾക്കാരുണ്ടാവും. അപ്പൊ ഓരോരുത്തർ പോകുമ്പോ അതിൽ നിന്ന് ഇങ്ങോട്ട് ഇരിക്കും, കുറച്ച് അങ്ങോട്ട് ഇരിക്കും, കുറച്ച് ഇങ്ങോട്ട് ഇരിക്കും. നേരം വിളിക്കുമ്പോഴേക്കും വെള്ളമായി ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഉഴുവാൻ പറ്റൂല പണിക്കാരൻ വരുമ്പോഴേക്കും. അത് കഴിഞ്ഞ് 9 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്നാണ് സ്കൂളിൽ പോണത്. ചില ദിവസം സ്കൂളിൽ സമരമൊക്കെ ഉണ്ടാവും. മിക്ക ദിവസം സമരം ഉണ്ടാവും. വലിയ ക്ലാസ്സുകളിൽ ചെന്നപ്പോ 5ാം ക്ലാസ്സിന് മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോ അപ്പൊ സമരം ഉണ്ടാകുമ്പോ അന്ന് ഭയങ്കര സന്തോഷമാണ്. അന്ന് ഈ പറഞ്ഞോണം തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരും. പുസ്തകമൊക്കെ ആയിട്ട് കൊണ്ടുപോയി ചോറും കൊണ്ട് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പാടത്താണ്. അല്ലെങ്കിൽ പിന്നെ പറമ്പില് ഇപ്പൊ പ്ലാവുമ്പോ കയറി ഒരു പ്ലാവുമ്പോ ചക്ക ഉണ്ടെങ്കിൽ എല്ലാ ചക്കയും കൊട്ടി നോക്കും, ഏതെങ്കിലും ഒരെണ്ണം പഴുത്തുണ്ടോന്നുള്ളത്. ഏറ്റവും മുകളിൽ കയറിയിട്ട് ഓരോ ചക്ക കൊട്ടി താഴ്ത്തിക്ക് ഇറങ്ങും. പഴുത്തുണ്ടെങ്കിൽ പിന്നെ എല്ലാ ചക്കയും കൊട്ടൂല. അത് പഴുത്ത് കിട്ടാൻ വലിയ പാടാണ്. ഓരോരുത്തരും കയറും. പിന്നെ പ്രിയോരമാങ്ങ, അടുത്ത പറമ്പുകളിലെ പ്രിയോരമാങ്ങ ഇതൊക്കെ പറിക്കും. അത് കഴിഞ്ഞ് ചക്കയൊക്കെ തിന്ന് എന്താ പറയാ തിരികെ പാടത്തേക്ക് പോകും. കഞ്ഞി ഉണ്ടാവും. കഞ്ഞി കൊടുത്ത കഴിഞ്ഞ് പാടത്തേക്ക് പോകും. പാടത്ത് പോയി അവരുടെ കൂടെ ഉഴുവല്, അതുപോലെ തന്നെ ഞാറ് പറിക്കല്, ഞാറിടല്. ഈ ഞാറും കൊണ്ട് കെട്ടാക്കി പെണ്ണുങ്ങളെ കൊടുക്കലു. എന്നിട്ട് പെണ്ണുങ്ങൾ അവിടെ കൊണ്ടുപോയി തോട്ടിലിടും. തോട്ടിലിട്ട് അത് ഒഴുകി അങ്ങേറ്റത്തെ കണ്ടത്തിൽ കിട്ടും. അങ്ങനെ പണിക്കാര് അവര് ചായ കൊണ്ടുവരും. 10 മണിയാകുമ്പോൾ ചായ കൊണ്ടുവരും. അപ്പൊ അതിലൊരു ചായയും ഒരു കഷ്ണം കടിയൊക്കെ അവര് സ്നേഹത്തിൽ അവര് തരും നമുക്ക്. അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് പണി കഴിഞ്ഞ് അവർ ഉച്ചയ്ക്ക് ചോറിനാനായിട്ട് കാളേനൊക്കെ കുളിപ്പിച്ച് കാളേനും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ പണിക്കാരനും ഉണ്ടാവും. വീട്ടിലിരുമ്പോ ചോറോ സാമ്പാറോ ചക്കയോ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊക്കെ തിന്ന് അങ്ങനെ നടക്കും. ഞാൻ ജനിച്ചത് ഇവിടെ ശ്രീമൂലത്തെ എടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു ചെറിയൊരു ഗ്രാമീണമായ സ്ഥലം. ഇപ്പോഴത്തെ ഈ പവറൊന്നും അന്നുണ്ടായിരുന്നില്ല. അപ്പച്ചൻ ഉണ്ടായിരുന്നു, അമ്മ, ഞങ്ങള് 2 വീട്ടിൽ ഞങ്ങൾ 6 മക്കളാണ്. അതിൽ 5 ആണും 1 പെണ്ണും. അത് കഴിഞ്ഞിട്ട് എന്താ ഞങ്ങളുടെ സ്കൂൾ ജീവിതം, പള്ളിയിൽ പോക്ക്. ഞങ്ങളെ ഈ റോഡ് ഇങ്ങനെ പോകുമ്പോ നിറയെ മാവ്. കാലത്തേറ്റ് പള്ളിയിൽ പോവും. കാലത്തേറ്റ് പള്ളിയിൽ പോകണതിനാ മാങ്ങ കിട്ടും. അന്നൊന്നും മാങ്ങ ചക്ക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതാണ്. എന്തെന്ന് വെച്ചാല് ഭയങ്കര നല്ലൊരു ഇതാണ്. അപ്പൊ കാലത്തേറ്റ് 4:30 5 മണിയാകുമ്പോ കൊന്ത നമസ്കാരം ഉണ്ടാവും. അതിന് ഈ എന്താ പറയാ തെങ്ങിന്റെ ഓല ചൂട്ട് കത്തിച്ച് പിടിച്ച് ആദ്യം പോയാലേ മാങ്ങ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോവുള്ളൂ. അങ്ങനെ ഇത് പിന്നെ അടുത്ത വീടുകളിൽ ഈ മതിൽ കെട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പറമ്പിൽ നിന്ന് അടുത്ത പറമ്പിൽ കളിക്കും, ആ പറമ്പിൽ നിന്ന് പിന്നത്തെ പറമ്പിൽ കളിക്കും. അങ്ങനെ അത് കഴിഞ്ഞെന്തോ പള്ളിയിൽ ചെല്ലും. പള്ളിയിൽ ഓൾട്ടർ വോയിസ്, അവിടുത്തെ കുർബാന കാര്യങ്ങള്. അത് കഴിഞ്ഞ് മഠത്തിൽ പോവും. മഠത്തിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ, അവിടെ സിസ്റ്റർമാരൊക്കെ ആയിട്ട് വർത്താനം പറയും. നാട്ടുകാരായിട്ട് വർത്താനം പറഞ്ഞ്, എല്ലാ കാരണവന്മാരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ കൃത്യം കുർബാനൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും വീട്ടിൽ വരും. വീട്ടിൽ വന്നാൽ പിന്നെ കഞ്ഞി ഉണ്ടാവും. അന്നെന്നൊക്കെ പറഞ്ഞാൽ കഞ്ഞിക്ക് എന്നിട്ട് മരക്കിഴങ്ങോ അല്ലെങ്കിൽ ചക്കയോ ഇങ്ങനെയുള്ള കേസുകളൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോകാനുണ്ടാവും. അന്ന് ഈ കാണുന്ന മാതിരി ഇപ്പോഴത്തെ മാതിരി ഷർട്ടോ പാൻ്റൊന്നും ഇല്ല. വല്ല കീറിയ ഷർട്ടൊക്കെ ഉണ്ടാവും. ആക്കിയിട്ട് സ്കൂളിൽ പോകും. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് അമ്മ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് കൊണ്ട് നടന്നിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് സ്കൂളിൽ പോവും. സ്കൂള് ഇവിടെ അടുത്തൊരു ചെറിയ സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് കൈപ്രയിൽ വലിയ സ്കൂളിൽ പോയി അവിടെ ഇരുന്ന് പഠിച്ച് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകും. ചിലപ്പോൾ വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ വരും. പിന്നെ വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അന്ന് സൈക്കിളോട്ട് ഓടിക്കണം. അപ്പൊ എന്താ പറയാ, ഒരു അരയുടെ സൈക്കിള് വാടകയ്ക്ക് കിട്ടും കൈപ്രയില്. അതിന് 5 പൈസയോ 10 പൈസ ആയിട്ടാണ്.
അത് ഒരു അരമണിക്കൂർ വാടകയ്ക്ക് എടുത്താണ് സൈക്കിൾ വിട്ട് പിടിച്ച്. അന്നൊക്കെ ഒരു സൈക്കിൾ കിട്ടാന്ന് വെച്ചാൽ ഇന്നത്തെ വലിയ എന്താ പറയുക, ഒരു സ്കൂട്ടറിൽ നിന്ന് കിട്ടണമെങ്കിൽ അതുപോലത്തെ ഒരു ഇതായിരുന്നു. ചില ഒരു ദിവസം രാത്രി വെള്ളം തിരിക്കാൻ പോകണമെന്ന് പറയും. വെള്ളം തിരിക്കാൻ പോകുമ്പോൾ അമ്മാമ്മയൊക്കെ പറയും നേരത്തെ പോയിട്ട് നേരത്തെ പോകണമെന്ന് പറയും. അത് വെച്ചാൽ 7 മണിക്കുള്ളിൽ 7 മണിക്കുള്ളിൽ ഞങ്ങൾ എന്തായാലും വീട് കയറും. 6:30 കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞ് ഒറ്റണം പുറത്തു പോകില്ല. 6:30 കഴിഞ്ഞൊക്കെ വീട്ടിലുണ്ടാവും. എന്ന് വെച്ചാൽ എങ്ങും പോയില്ല, എല്ലാവരും കൂടി വീട്ടിൽ ഇരിക്കും. പിന്നെ വെള്ളം തിരിക്കാനായിട്ട് രണ്ടുപേരും കൂടിയൊക്കെ ആദ്യം പോയിരുന്നു ചെറുപ്പത്തില്. റോയ് ചേട്ടനോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ട് അവിടുത്തെ വീടുകളിലെ പറമ്പുകളിലെ ആൾക്കാരൊക്കെ. അങ്ങനെ ഞങ്ങളിലെ ഏടാട്ട് ഒരു സിമിത്തേരി ഉണ്ട്. സിമിത്തേരി പടിഞ്ഞാറ് കുഴപ്പത്തിന്റെ അടുത്ത്. അവിടെ വെള്ളം തിരിക്കാൻ പോകുമ്പോൾ അവിടെ കുറെ ആൾക്കാരൊക്കെ അവിടെ ഇടയ്ക്കാണ്. അപ്പൊ അവിടെ ഈ തെണ്ടന്മാരെന്ന് പറഞ്ഞ സാധനം ഉണ്ട്. തെണ്ടന്മാരെന്ന് പറഞ്ഞാൽ തെണ്ടം വരും എന്ന് പറയും, സിമിത്തേരിന്ന് പ്രേതം വരും എന്ന് പറയും. അപ്പൊ കിടക്കണ എവിടെ, ആ തോടിന്റെ മുകളിൽ സ്ലാബിന്റെ മുകളിൽ വരമ്പത്തൊക്കെയാണ് കിടക്കുന്നത്. രാത്രി എന്തെങ്കിലും സ്വരം കേട്ട് കഴിഞ്ഞാൽ അപ്പൊ പേടിയാവൂല. അപ്പൊ ആരെങ്കിലും കൂട്ടനുണ്ടാവും, ആരെങ്കിലൊക്കെ വെള്ളം തിരിക്കാനുണ്ടാവും. അപ്പൊ നോക്കി പേടിച്ചേ പോവും. അപ്പൊ വിടയില്ല, വീട്ടിൽ നിന്ന് വിടില്ല. എന്നാലും നമുക്ക് വെള്ളം തിരിക്കേണ്ടത് നമുക്കൊരു ആവശ്യമായിട്ട് തീരും. എന്താ അപ്പച്ചനൊന്നും അങ്ങോട്ട് പോയി തിരിക്കാനോ അല്ലെങ്കിൽ പിറ്റേ ദിവസം മണിക്കുള്ളതല്ലേ. അപ്പൊ അത് പോയി തിരിക്കും. അപ്പൊ അതുപോലെ ഈ ഏടാട്ട് പള്ളിയുടെ സിമിത്തേരി അതിൽ പോകുമ്പോഴും വീട്ടിൽ നിന്ന് പറയും പാടത്ത് പൊക്കോളാ, കളിക്കാൻ പൊക്കോ, അവിടെ അവരുണ്ടാവും, അവിടെ ചെയ്താമുണ്ടാവും, അതിലിപ്പോ എല്ലാ പാടത്തും ഉണ്ടാവും എന്ന് പറയും. പക്ഷെ നമ്മള് ആരെയും കണ്ടിട്ടും പിടിച്ചിട്ടൊന്നുമില്ല. അതിന് കാണാനായിട്ട് ഈ പാടത്ത് വെള്ളം തിരിക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ അല്ല. അപ്പൊ പാടത്ത് ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ ആരെങ്കിലും ഒരു എന്താ പറയാ, ഈ ചൂട്ടും കെട്ട് കത്തിച്ചു അകലെന്ന് കണ്ടു കഴിഞ്ഞാൽ ദേവ് വനടാന്ന് പറയും. അപ്പൊ പാടത്ത് വരമ്പത്ത് ഇങ്ങനെ പുതച്ചുകൊണ്ട് ഇരിക്കായിരിക്കും. പിന്നെ അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് ITIയിൽ പോയി. ITIയിൽ പഠിച്ചത് കൂനമ്മാവിലാണ്. ITIയിൽ 2 കൊല്ലം അവിടെ പഠിച്ചു. 2 കൊല്ലം പഠിച്ചു കഴിഞ്ഞിട്ട് 2 കൊല്ലം മദ്രാക്കോട്സിൽ അപ്രന്റീസ് ചെയ്തു. അവിടെയൊക്കെ അന്ന് കിട്ടാൻ വലിയ പാടാണ്. അവിടെ നല്ല സുഖമായിരുന്നു. ആ കാലത്ത് 50 പൈസ കൊടുത്താൽ നല്ല മട്ടൻ കൂട്ടി നല്ല ചോറിനാം. ആകെ 50 പൈസ ഉള്ളൂ. അതെന്തോരം വേണമെങ്കിലും കിട്ടും ചോറ്. പിന്നെ അവിടെ 2 കൊല്ലം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ തോന്നി എവിടേക്കാ പോയത്, പൂനെയല്ല ബോംബെ പോയി. ബോംബെയിൽ ഒരു ചേട്ടൻ കൊണ്ടുപോയി. അങ്ങനെ ചേട്ടൻ കൊണ്ടുപോയി അവിടെ ചെന്ന്, അവിടെ എന്ത് പണി, അങ്ങനെ പണിയൊന്നുമില്ല. അങ്ങനെ അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞ് അവിടെ കുഴിക്കൽ കമ്പിവേലി ഇടാനായിട്ട് കുഴി വരെ കുഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റൂമിൽ കിടന്ന് അതിനകത്ത് തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ കുറെ ആള്. അത് കഴിഞ്ഞ് മദ്രാസിൽ ജോലി ചെയ്തിട്ടുണ്ട്, ബോംബെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് തപ്പി പിടിച്ച് വീട്ടിൽ വന്ന് ഇങ്ങനെ ഗൾഫിൽ പോയി. ഗൾഫിൽ അന്ന് പറഞ്ഞ് വിചാരിച്ച് ഒരു 2 ലക്ഷം രൂപ ആയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വീട്ടിലെ പണി, വീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അന്നിപ്പോ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ വീട് നന്നാക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, വീട്ടിലത് മേടിക്കണം, അമ്മമ്മയുടെ ഒക്കെ ബുദ്ധിമുട്ട് മാറ്റണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോയി. അങ്ങനെ 1 ലക്ഷം കഴിഞ്ഞ് 1 ലക്ഷം രൂപയ്ക്ക് ബിസിനസ്, 1 ലക്ഷം രൂപ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തണം. അങ്ങനെ വിചാരിച്ചു പോയി. അപ്പൊ 2 കൊല്ലം എന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞു. 26 കൊല്ലം നിന്നെ പിന്നെയാണ് ഇങ്ങോട്ട് തിരിച്ച് ഗൾഫിൽ നിന്ന് നാട് കാണാൻ പറ്റിയത്. മനസ്സിലായ? അപ്പൊ അതുവരെ ഇങ്ങനെ ഓരോ ആവശ്യം കഴിയുമ്പോ അന്ന് വെച്ചാല് അന്നൊക്കെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5ന്റെ പൈസ നമുക്ക് കിട്ടൂല. ഒരു 5ന്റെ പൈസ അന്ന് എവിടെ കിട്ടാൻ 5ന്റെ പൈസ? ഞങ്ങൾ ചോദിക്കും, അമ്മേ ഒന്ന് പെരുന്നാളിന് പോകണം, കാഞ്ഞൂരിന് ഒന്ന് പെരുന്നാളിന് പോകണം, ഒന്ന് പോയിക്കോട്ടെ, എങ്ങനെയെങ്കിലും ഒന്ന് വിട് എന്നാ അന്ന് ചോദിക്കണത്. കാശൊന്നും വേണ്ട അന്ന്. അപ്പൊ കാശ് വല്ല 10 പൈസ 20 പൈസ ഉണ്ടാവും. ഈ നെല്ല് കൊയ്തൊരുമ്പോ അതിന്റെ പിടുത്താള് പെറുക്കിയിട്ട് അത് ഈ അടുത്ത വീട്ടില് ഒരു പീടിയുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ നിസ്സാര കാശ് കിട്ടും. അപ്പൊ അന്ന് കൊടുത്തിട്ട് അമ്മോട് ചോദിക്കും, അമ്മ ഒന്ന് പെരുന്നാളിന് പോയിക്കോട്ടെ അമ്മ. നീ പോവോ? പെരുന്നാളിന് പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുമോ? എത്ര മണിക്ക് തിരിച്ചു വരും? എന്നിട്ട് പോയിട്ട് അമ്മ എന്തെങ്കിലും നേർച്ചയുടെ എന്തെങ്കിലും ചെയ്യും. അപ്പൊ പാടത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ വലിയ പാടങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങി എയർപോർട്ടിന്റെ അറ്റം വരെ എല്ലാ അറ്റത്തിലും വട്ടപ്പറമ്പുണ്ട്, പള്ളിയിലെ പറമ്പ്. അതിന് ഇപ്പുറത്തൊക്കെ പാടങ്ങളാണ്. ഈ എയർപോർട്ടിന്റെ റൺവേയിൽ മുഴുവൻ പാടങ്ങൾ. അതിന് നമുക്ക് അവിടെ ഒരു കഷ്ണമുണ്ട്, അവിടെ ഒരു കഷ്ണം. എരിങ്ങേലി, ഓമാന്ത്ര, നാൽപ്പറപ്പടവ്, പടിപ്പേലി, പടിഞ്ഞാറപ്പാട്, ഇങ്ങനെയാണ് കണ്ടങ്ങളുടെ പേര്. ഈ കണ്ടത്തിൽ ചെന്ന് പണിക്കാരൻ വരും. അപ്പൊ കാളേനെ കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആദ്യം തന്നെ വെള്ളം തിരിച്ചിട്ട് കണ്ടം നിറച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഉഴുന്നത് പണിക്കാരനാണ്. അതിന്റെ ഇടയിൽ നമ്മൾ ഇത്തിരി ഓസിനൊക്കെ കാളേനെ അടിച്ചോണ്ട് കാളേനെ ഇങ്ങനെ
ഉച്ചകാലം ഓ, അന്നത്തെ കാര്യം ഇപ്പോഴത്തെ കാര്യം അന്നത്തെ കാര്യമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അന്ന് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അന്നത്തെ കാലം എന്ന് വെച്ചാൽ രസമുള്ള കാലമാണ്. ഈ ഇന്ന് എന്നിട്ട് വീർപ്പ് മുട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്നിട്ട് പാടത്ത് ഉഴുവാനായിട്ട് ഏൽപ്പിക്കും. ഉഴുതാ ഒരു ചാലെന്ന് പറയും. ഒരു കണ്ടം ഒരു പ്രാവശ്യം ഉഴുണേന്, കംപ്ലീറ്റ് ഉഴുണേന് ഒരു ചാല് ഉഴുവാൻ പറയും. അത് കഴിഞ്ഞ് 2 ചാല്, 3 ചാല്, 4 ചാല്. 2 ചാല് ഉഴുത് കഴിയുമ്പോൾ പിന്നെ പിറ്റേ ദിവസം ഒന്നും 2 ചാലൊക്കെ ഉഴുവാനേ പറ്റുള്ളൊരു ദിവസം, ഉച്ച വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ. അതല്ലെങ്കിൽ പിന്നെ അപ്പൊ ഒരു ഏർക്കാള എന്ന് വെച്ചാൽ ഒരു കരിയും 2 കാളയും, അപ്പൊ ഒരു ഉഴല്. പിന്നെ അടുത്ത 2 ഏർക്കാള ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ 4 കാളയും ഒരു ഇത്. അങ്ങനെ 3 ഏറൊക്കെ വെച്ച് ഇങ്ങനെ ഉഴുത് അവസാനം അതിൽ വെള്ളമൊക്കെ അടിച്ചിട്ടുകൊണ്ട് പോരും. പിന്നെ പിറ്റേ ദിവസം കാലത്ത് അപ്പൊ പോകുന്ന വഴി തോട്ടുണ്ട്, തോട്ടിലിറങ്ങി കാളേനെ കുളിപ്പിക്കും. പണിക്കാരനെ ഞങ്ങളെ കൂടി കുളിപ്പിച്ച് ഇതിനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ കയറ്റി ഇതിന് എന്താ പറയാ, കഞ്ഞിവെള്ളോ കാടിയൊക്കെ തിളപ്പിച്ചിട്ടുണ്ടാവും അമ്മാമ്മ. അതിനെ കഴിഞ്ഞിട്ട് പിന്നെ റോട്ടിൽ തീരണം സ്കൂൾ വിട്ട് വന്നിട്ട്. പിന്നെ രണ്ടാമത് തിരികെ പിറ്റേ ദിവസം കാലത്ത് ഉഴുവാൻ പോകുമ്പോഴേക്കും പിന്നെ ഉഴുതൊക്കെ കഴിഞ്ഞ് നിലമൊക്കെ ശരിയാക്കി കഴിയുമ്പോ ഇതില് വിത്തിടണം എന്ന് വെച്ചാൽ ഞാറുണ്ടാക്കണം. ഈ നെല്ല് മുഴുവൻ ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വാരി വെച്ചിട്ട് അത് ഒരു മൂലക്കെ കൂട്ടി ചാക്കിട്ട് മൂടി വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് അത് ഒന്നും കൂടി നനച്ചു കൊടുക്കും. പിറ്റേ ദിവസവും കൂടി അങ്ങനെ 3-4 നന കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് മുള വരും. എന്നിട്ട് ഈ സാധനം കൊണ്ടുപോയി അപ്പോഴേക്കും മുള വന്നു കഴിയുമ്പോൾ പാടത്ത് കൊണ്ടുപോയി കണ്ടത്തിൽ ചെളിയിലേക്ക് എറിയും. കോരോട്ടയിലിട്ട് ചെളിയിലേക്ക് എറിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ വെള്ളം വാറ്റിക്കളയണം. ഇങ്ങനെ ഞാറ് മുളച്ചു വരുള്ളൂ. അത് മുളച്ചു വന്നു കഴിയുമ്പോൾ പിന്നെ 40 ദിവസം കഴിയുമ്പോൾ ഇത് പറിക്കണം. 4 ദിവസം പറിച്ച് പണിക്കാരെ കൂട്ടി ഇത് പറിച്ച് 1 മുടി 2 മുടി അങ്ങനെ മുടിയാക്കി പറിച്ച് കെട്ടി പണിക്കാർ 10-15 ആൾക്കാരെ നിർത്തി ഇങ്ങനെ മുടിയാക്കി കെട്ടിയിടും. ഇത് മുഴുവൻ പുറകെ നടന്ന് വാരി കൂട്ടി ഒരു മൂലക്ക കൂട്ടണം. അത് എപ്പോഴാ, അത് ഈ സ്കൂൾ വിട്ട് വന്ന സമയത്തൊക്കെ ഈ ചെളിയിൽ പോയി ഇത് മുഴുവൻ കോരി എന്ന് വെച്ചാൽ 2 ഏക്കർ സ്ഥലം 1 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടാവും. ഇത് മുഴുവൻ വാരി കൊണ്ടുവന്ന് ഈ മൂലക്ക കൂട്ടണം. ഈ മൂലക്ക കൂട്ടി അത് ഇങ്ങനെ കുത്തി അതിന്റെ ചെളി മുഴുവൻ കാട്ടിക്കളഞ്ഞ് അത് കരക്കോട്ട് മാറ്റി വെക്കണം. വെക്കുന്ന പിറ്റേ ദിവസം അവർക്ക് ഇത് ചുമന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. എന്നിട്ട് പിന്നെ അത് കെട്ടാക്കി 15, 25, 30 മുടിയായിട്ട് കെട്ടിയിട്ട് വള്ളിയിട്ട് കെട്ടിയിട്ട് ഇവര് പണിക്കാര് പാടത്തേക്ക് തലച്ചുമടുമായിട്ട് കൊണ്ടുപോകും. അപ്പോഴേക്കും അവിടെ പണിക്കാരൻ അടുത്ത സ്ഥലം ഇതുപോലെ തന്നെ ഉഴുതും വെള്ളമൊക്കെ തിരിച്ച് ലെവൽ ചെയ്ത് അടിച്ച് കൃത്യമായിട്ടുണ്ടാവും. എന്നിട്ട് 5-8 പണിക്കാരെ നിർത്തി ഈ ഞാറ് കൊണ്ടുപോയി നമ്മള് സ്കൂളില് അമ്മാമ്മ ഉണ്ടാവും, ഞങ്ങളുണ്ടാവും. അതൊക്കെ പാടത്ത് ഇങ്ങനെ ഓരോ കണ്ടത്തിൽ ഇത്ര സ്ഥലത്ത് ഇത്ര മുടി എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഉദ്ദേശം ഇങ്ങനെ അവരെ പുറയിൽ നിന്ന് ഇട്ട് കൊടുത്ത് അവര് നട്ട് കാലത്ത് വരുമ്പോ കഞ്ഞി ചക്ക, കല്ലത്ത് പോകുമ്പോഴേക്കും കല്ലത്ത് നിന്ന് പൂട്ട്, ഒരു ഗ്ലാസ് ചായ, അതൊക്കെ അവിടുന്ന് ഓസിന് കിട്ടുന്നത് വല്ല പണിക്കാരൊക്കെ മേടിച്ചു തന്നതാണ്. ചിലപ്പോ വീട്ടിലെ കാര്യം വേറെ, വീട്ടില് തരും. അന്നൊരു ചായ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു 10 പാവം കിട്ടിയാൽ മാതിരിയാ. എന്നിട്ട് പിന്നെ അത് നട്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് 40 പിന്നെ വെള്ളം തിരിക്കല് കുറെ കഴിയുമ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് പുല്ല് പറിക്കണം. നിറയെ പുല്ലായിരിക്കും. അപ്പൊ പണിക്കാരെ നിർത്തി പുല്ല് പറിക്കും. പിന്നെ അതിന്റെ ഇടയിൽ വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് വളമിട്ട് കുറെ കഴിയുമ്പോ പുഴുവിന് മരുന്നടിക്കണം. മരുന്നടിച്ച് കുറെ കഴിയുമ്പോ എത്ര 60 ദിവസമൊക്കെ അതിന് നെല്ലുണ്ടാവാനായിട്ട്. നെല്ലുണ്ടായി കഴിയുമ്പോ ചാഴി വരും. ചാഴി എന്ന് വെച്ചാൽ ഈ ഉണ്ടാവണ നെല്ല് മുഴുവൻ അതിന്റെ പാല് ഊറ്റി കുടിച്ചു കഴിഞ്ഞാൽ പതിരായി പോകും, പിന്നെ കാര്യമില്ല. അപ്പൊ അത് മുഴുവൻ ഇത് ചാഴിക്ക് മരുന്നടിച്ച് പിന്നെ അത് വിളഞ്ഞ് വരുമ്പോഴേക്കും വല്ല മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. മലവെള്ളം വരുക നേരത്ത് പാടത്ത്. അപ്പൊ ഇത് മലവെള്ളം വന്നു കഴിഞ്ഞാൽ അതിൽ മുങ്ങിക്കിടക്കും. അപ്പൊ അതിൽ കിടന്ന് മുളച്ചാൽ നാശാവും. അപ്പൊ അതിക്ക് മുന്നൊക്കെ ചിലപ്പോൾ പറിക്കും. അങ്ങനെ നെല്ല് വിളഞ്ഞു കഴിയുമ്പോൾ പണിക്കാരെ നിർത്തി കൊയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിടണമെന്നുണ്ടെങ്കിൽ മിറ്റം മുഴുവൻ ഈ പണിക്കാർ വന്ന് എന്താ പറയാ, രാത്രി മെഴുകിയിടും. മെഴുകിയെന്ന് വെച്ചാൽ ചാണകം ഇട്ട് മെഴുകി നല്ല സിമെന്റ് ഇട്ട പോലെ ആക്കിയിടും.
എന്നിട്ട് പിറ്റേ ദിവസം അത് പണിക്കാര് കൊയ്തിട്ട് അവര് തലച്ചുമടായിട്ട് വീട്ടിൽ കൊണ്ടുവന്നിടും. എന്നിട്ട് ഇവര് രാത്രി വന്ന് പണിക്കാര് അച്ഛനമ്മയും പിള്ളേരെ കൂടി വന്ന് അത് മെതിച്ച് കഴിഞ്ഞിട്ട് അവര് കാലത്ത് അതൊക്കെ അളന്ന് അവർക്ക് എത്ര 6 പറ അളന്നുണ്ടെങ്കിൽ 6 ഇടങ്ങഴി ഇങ്ങോട്ട് അളന്ന ഒരിടങ്ങഴി അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ അത് നെല്ലൊക്കെ കൊടുക്കും. അപ്പൊ അതിന്റെ വൈക്കോല് അന്ന് നമ്മുടെ റോഡ് ഉണ്ടായിരുന്നു, റോഡിൽ മുഴുവൻ വൈക്കോല് നിരത്തും. അതെല്ലാവരും ഇവിടെ നമ്മുടെ ഏരിയയിൽ നമ്മളെടുത്ത്, അപ്പുറത്തെ ഏരിയയിൽ അപ്പുറത്തെ എടുത്ത്, എന്നിട്ട് ഈ വൈക്കോല് മുഴുവൻ ഉണക്കി കെട്ടി ഓരോ മുടിയായിട്ട് തൊഴുത്തിന്റെ മുകളിൽ കെട്ടും, അല്ലെങ്കിൽ തുറു ഉണ്ടാക്കും. അന്ന് പശുക്കൾക്കും കളിക്കും തീറ്റ കൊടുക്കണ്ടേ. ആ തുറു ഉണ്ടാക്കിയാല് ആ തുറുന്ന വൈക്കോല് ദിവസവും കാളയ്ക്ക് എന്താ പറയാ വൈക്കോല് വലിച്ച് കാളേനെ വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവന്ന് തൊഴുത്തി കെട്ടും. വൈകുന്നേരം ആകുമ്പോൾ 6 മണിക്ക് ഇതിന്റെ തൊഴുത്തെന്ന് പറയും, കാളേനൊക്കെ കെട്ടണം. അതിനകത്ത് തൊഴുത്തി കെട്ടി കഴിഞ്ഞാൽ തൊഴുത്തില് ഒരു പുല്ലൂട് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാവും. എന്താ പറയാ ഈ കാളയ്ക്ക് തിന്നാനായിട്ട്. അപ്പൊ ഈ പുല്ലൂട്ടില് ഈ വൈക്കോല് മുഴുവൻ കുറേശ്ശെ, ഒരു കാളയ്ക്ക് എന്തോരം വൈക്കോല് വേണമെന്ന് അറിയാലോ, അത് മുഴുവൻ കുറേശ്ശെ വലിച്ച് ഇതിനകത്തിടും. അപ്പൊ കാളയ്ക്ക് പുല്ലൂട്ടിൽ നിന്ന് തിന്നാം. അങ്ങനെ പുല്ലൂട്ടിൽ നിന്ന് കാള വൈക്കോല് തിന്നും. കാള അവിടെ തന്നെ ചാണകം ഇടും. പിന്നെ ചാണകം പിറ്റേ ദിവസം വാരി ചാണകക്കുഴിയിലേക്ക് ഇടണം. പിന്നെ കൊയ്ത് ഉള്ള ഈ നെല്ല് മുഴുവൻ നമ്മുടെ വീടിന്റെ മുകളിൽ ഒരു 10 ആഴം ഉണ്ടായിരുന്നു. 10 ആഴം അതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു കൊല്ലത്തേക്കുള്ള നെല്ല് അതിനകത്ത് സൂക്ഷിച്ചു വയ്ക്കും. ആ നെല്ല് ഇപ്പൊ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊടുക്കും. എന്നിട്ട് ഈ നെല്ലിൽ നിന്ന് അന്ന് വാർപ്പിൽ ചെമ്പ് കലത്തിൽ പുഴുങ്ങാണ് നെല്ല്. അമ്മ ഇരുന്ന് പുഴുങ്ങും. ചെമ്പില് പുഴുങ്ങുമ്പോ 4 പറ ആ നെല്ലൊക്കെ ചെമ്പിലിട്ട് പുറത്ത് വെച്ചുകൊണ്ട് അങ്ങോട്ട് പുഴുങ്ങി ഈ പട്ടയും മടലൊക്കെ ഇട്ട് കത്തിച്ച് ഇത് പുഴുങ്ങിയിട്ട് ഈ സാധനത്തിനെ വെയിലത്തിടും. കുറെ നേരം പുഴുങ്ങി കഴിയുമ്പോൾ വെയിലത്തിട്ടിട്ട് ഈ എന്താ പറയാ ഈ നെല്ല് മുഴുവൻ ഉണക്കും. പിന്നെ എന്നിട്ട് ഉണക്കിയിട്ട് ഉണക്കി കഴിഞ്ഞാൽ അതിനൊരു സമയമുണ്ട്. സമയം എന്ന് വെച്ചാൽ ഒരു പരുവുണ്ട്. ആ പരുവായി കഴിയുമ്പോൾ ആ നെല്ല് കൂട്ടി അന്നത്തെ കഴിഞ്ഞ് വയരി വയ്ക്കും. പിന്നെ പിറ്റേ ദിവസം എടുത്തിടും നെല്ല് ഉണക്കാനായിട്ട്. അങ്ങനെ 2-3 ദിവസം ഉണക്കി കഴിഞ്ഞിട്ട് ഈ നെല്ല് കൊണ്ട് എവിടെ പോകണം? ഞങ്ങളുടെ ഇവിടെ ചെറിയ മഷ വീട്ടിലായിരുന്നു, അങ്ങാടിയിൽ ഒരു മില്ലുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി അവിടെ കുത്തിക്കണം, നെല്ല് കുത്തിക്കണം. ഈ നെല്ല് കുത്തിച്ചാൽ ഇതിന് അരിയാവണത്. അരിൻ്റെ തവിടെയൊക്കെ കൂടി എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ചാക്കി കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കഴിയുമ്പോൾ അമ്മാമ്മ അത് കുറേശ്ശെ ചേറ്റി തവിട് എന്നിട്ട് വേറെ എടുത്തുകൊണ്ട് തവിട് പശുവിന് കൊടുക്കും. കാളയ്ക്കൊക്കെ കൊടുക്കും. അരി ചോറ് വയ്ക്കും. അങ്ങനെയാണ് ഈ അരി ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോൾ പള്ളിയിലൊക്കെ കേസുകൾ, പിന്നെ പള്ളിയിലൊക്കെ ആൾക്കാരായി. പള്ളിയിൽ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും 4 മണിയൊക്കെ ആകുമ്പോൾ കൂടും. അന്ന് ഈ പറഞ്ഞ അച്ഛനൊക്കെ ആയിട്ട് വലിയ അടുപ്പായിരുന്നു, മഠത്തിലൊക്കെ ആയിട്ട് വലിയ അടുപ്പായിരുന്നു. പള്ളിയിൽ ചെന്നാൽ അവിടെ ക്യാരംസ് ഉണ്ടാവും. അവിടെ ഞങ്ങളായിട്ട് വോളിബോള് കലശ കൊണ്ടുവന്ന് ഇട്ട്, ആ കലശാണ് ഇന്നാള് വെട്ടിക്കളഞ്ഞത്. ആ എന്താ പറയാ കാറൊക്കെ ഇട്ട് ഉള്ളടുത്ത് ആ ടൈലിട്ടടുത്ത് 2 കാലൊക്കെ ഇട്ട് ഞങ്ങൾ വോളിബോള് കളിക്കും. വോളിബോൾ കഴിച്ചു കഴിഞ്ഞാൽ 2-3 ടീമിനുള്ള പിള്ളേർ അവിടെ ഉണ്ടാവും. അത് കളിക്കും. ബെറ്റ് വെച്ച് കളിക്കും. എന്നിട്ട് അന്നത്തെ എന്താ പറയാ വല്ല പഴോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ അന്ന് ചായ കുടിക്കില്ലോ, അല്ലെങ്കിൽ ഈ ടീം അന്ന് ഞങ്ങൾ കുറെ പിള്ളേരുണ്ടായിരുന്നു അവിടെ. പിന്നെ ക്ലബ്ബ് ഉണ്ടാക്കിയിട്ടുണ്ട് പള്ളിയിൽ, ക്ലബ്ബ് സോഡാലിറ്റി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് പോവും, ആ കാര്യങ്ങൾ നടത്തും. അന്ന് ഈ പറഞ്ഞ തന്നെ 30 പൈസയാണ് സിനിമയ്ക്ക്. അന്ന് ആകെ സിനിമ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ പറയുന്നത് കൊള്ളൂല. പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അപ്പുറം ഇപ്പോഴത്തെ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ പള്ളിയിൽ കാഞ്ഞിപ്പള്ളിയിൽ പെരുന്നാളിനാ മാലാറ്റുപള്ളിയിൽ പെരുന്നാളിന് പോകുമ്പോ തിരിച്ചു വരുമ്പോ എപ്പോഴെങ്കിലും ഒരു സിനിമ കേറും. അത് ചോദിച്ചിട്ട് ഉണ്ടാവും. ഇവിടുന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോയാണ്. അവർക്ക് അറിയാം സിനിമയ്ക്ക് കയറുന്നു. വലുതായി കഴിഞ്ഞപ്പോ പിന്നെ സിനിമക്ക് പറച്ചിലില്ല. എന്നാലും കളവ് പിടിക്കുക, എങ്ങനെയെങ്കിലൊക്കെ കളവ് പിടിക്കുമായിരുന്നു. അല്ലാണ്ട് സിനിമയ്ക്ക് പോക്കൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ സ്കൂളിൽ സിനിമ കാണിക്കും. അപ്പൊ അതിൽ സ്കൂളിൽ ഇരുന്നത് പള്ളിയിൽ സിനിമ കാണിക്കും. അതൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ സിനിമ കാണല്. നാടകം നാടകം അങ്ങനെ തന്നെ. പിന്നെ നാടകം ഞങ്ങൾ പള്ളിയിൽ ഉണ്ടായിരുന്നപ്പോ ഞങ്ങള് പള്ളിയിൽ നാടകം കളിച്ചിട്ടുണ്ട്. അത് എന്നിട്ട് ജാക്കോബ് അങ്ങനെ ഇവിടുത്തെ സൊളാലിറ്റിയിലെ പിള്ളേര് നാടകം, തമാശ,
കാര്യങ്ങളൊക്കെ അന്ന് പള്ളിയിൽ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യാറ്. അതിന് വീട്ടിൽ നിന്ന് കുഴപ്പമുണ്ടാവില്ല. എന്ന് വെച്ചാൽ പള്ളിയിൽ പരിപാടി ചെയ്യണേന് ഇപ്പൊ അമ്മമാരുടെ സംഘടന ഉണ്ടായിരുന്നു, പള്ളിയിലല്ലേ പോണത്, പള്ളിയിൽ ഉണ്ടാവും, എങ്ങും പോകില്ല എന്നറിയാം. അപ്പൊ പള്ളിയിൽ കഴിയുമ്പോൾ നേരെ വീട്ടിലേക്കും വരും. അല്ലാണ്ട് ഇത് എന്നും പറഞ്ഞോണ്ട് ചോറ അതിനുള്ള സമയം കിട്ടില്ല, അതിനുള്ള കാശില്ല കയ്യില്. ഒന്നാമതിൽ ആൾക്കാരുടെ കൂടെ പോയിരുന്ന് കാണാനുള്ള കാശ് കയ്യിൽ വേണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊക്കെ കുറവായിരുന്നു. കഥാപ്രസംഗം പള്ളിയിൽ വരുമ്പോഴല്ലേ കാണുന്നത്. നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ കഥാപ്രസംഗം ഉണ്ടാവും. പിന്നെ എവിടെ അടുത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിലും പള്ളിയിലുണ്ടെങ്കിൽ കഥാപ്രസംഗം ഉണ്ടാവും. അതൊക്കെ പോയി കാണുന്നല്ലാണ്ട്. പിന്നെ ബാല കാണും. ഇവിടെ അടുത്ത അമ്പലത്തിൽ ബാല ഉണ്ടായിരുന്നു പൂരത്തിന്, അതിന് പോവും. അതിന് അവിടെ പോയിരുന്ന് ബാല കാണും. ബാല ആനേനൊക്കെ കാണും. പിന്നെ ഞങ്ങൾ ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോൾ അവിടെ കിലുക്കിക്കൂത്തുണ്ടായിരുന്നു. കിലുക്കിക്കൂത്തിൽ കാശ് വയ്ക്കും. അത് 5 പൈസ വെച്ച് കഴിഞ്ഞാൽ 10 പൈസ കിട്ടും. ആ 10 പൈസ പോയി കഴിയുമ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരും. അതിന് ആ ഭാഗത്തെങ്ങാനും ഓരോ കാർന്നന്മാര് കണ്ടു കഴിഞ്ഞാൽ അന്ന് അവന്റെ ഇരിപ്പതാണ്, വീട്ടിൽ വന്ന കൊട്ടോട് കൊട്ടായിരിക്കും. അപ്പൊ അതിനൊന്നും ആരും കാണുക പോവാറുണ്ടായില്ല. പിന്നെ ആനേനെ കണ്ട് പൂരൊക്കെ കണ്ടു കഴിയുമ്പോ വീട്ടിലേക്ക് തിരിച്ചു പോരും. ഓ, പണ്ട് എന്നിട്ടാ പന്ത് കളി. പിന്നെ ഞങ്ങൾ ഈ തെങ്ങിന്റെ ഓല കൂട്ടി ഒരു പന്ത് ഉണ്ടാക്കും. തെങ്ങിന്റെ ഓല കൊണ്ട് ഒരു മടക്കി മടക്കി ഒരു പന്ത് ഉണ്ടാക്കും. പിന്നെ ഏറുപന്ത് കളി, അത് കടലാസൊക്കെ പഠിക്കുമ്പോൾ കടലാസൊക്കെ ചുറ്റിക്കൂട്ടി അതിങ്ങനെ തുന്നി തുന്നാന്നൊരു തുന്നണ ഒരാളുണ്ട്. തുന്നണ ആളെന്ന് വെച്ചാൽ നമുക്ക് തന്നെ തുന്നി എടുക്കാം. അങ്ങനെ ഒരിക്കലും ആ പന്ത് പൊട്ടി പോവില്ല. പൊട്ടിയെന്ന് വെച്ചാൽ ചരട് പൊട്ടിയും പോവില്ല, കീറിയും പോവില്ല. അത് വെട്ടിയിട്ട് പേപ്പന്ത് കളി എന്ന് പറയും. പിന്നെ കുട്ടിയും കോല് കളി. പിന്നെ എന്നിട്ടാ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കാട കളിക്കും. പിന്നെ രാശിക്കായ, അതാണ് മെയിൻ കളി. അത് 500 കളി എന്ന് പറയും. ഇട്ട് ഇങ്ങനെ എറിഞ്ഞ് കള്ളി വരച്ചിട്ട് 10, 20, 30, 40 കണ്ട് ഇത്തിരി ദൂരം നിന്നുണ്ട് എറിഞ്ഞ് 10 വീണ 10 എഴുതി വയ്ക്കും. 20 വീണ എഴുതി. ആർക്ക് ആദ്യം 500 വരണോ അവന് അയാൾ 5 പൈസ 10 പൈസ ഒക്കെ ആണെങ്കിൽ അത് കിട്ടുകയും ചെയ്യും. പിന്നെ അങ്ങനെ കശുനണ്ടി കളിക്കും. കശുനണ്ടി, മാങ്ങാണ്ടി, ഇതൊക്കെയാണ് കളിയാന്ന്. കളികൾ രസമുള്ള കളി. തൊങ്കിക്കളി, തൊങ്കിയിട്ടുള്ള കളി. പശുവിന്റെ കഥ എന്ന് പറഞ്ഞാൽ പശുവിനെ മേടിച്ച് ഇവിടെ ഇടും. ഈ പാല് കാലത്ത് തന്നെ പശുവിനെ കറക്കണം. പശുവിനെ കറക്കണമെന്ന് കാലത്ത് പശുവിന്റെ ചാണക വാരി തൊഴുത്ത് ക്ലീൻ ആക്കണം. അല്ലെങ്കിൽ കൊതുക് മുഴുവൻ വന്ന് കൊതുക് കടി. എന്നിട്ട് പശുവിന്റെ അവിടെ ചെന്നിരുന്ന് അന്ന് പശുവിനെ കറക്കും. പശുവിനെ കറന്നു കഴിഞ്ഞാൽ ഈ പാല് കിട്ടും. പാല് അടുത്ത വീടുകളിലുള്ളവരൊക്കെ വന്ന് മേടിച്ചുകൊണ്ട് 1 തവി 2 തവി ചിലപ്പോ ഇതൊക്കെ കിട്ടും. ആകെ നാഴിപ്പാല് 2 ഇന്നത്തെ എന്ന് വെച്ചാൽ 5 ലിറ്റർ 10 ലിറ്റർ ഒക്കെയാണ് പശുവിന് കിട്ടുക. എന്നിട്ട് ഇതിനെ കുറച്ച് ചായക്ക് വെക്കും. ചായക്ക് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ വീടുകളിൽ കൊടുത്ത് കാശൊക്കെ മേടിക്കും. ആ കാശൊക്കെയാണ് ഈ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് പശുവിനെ പ്രസവിപ്പിച്ച് പശുവിന്റെ കാര്യങ്ങള്, കാളയുടെ കാര്യങ്ങള്. അപ്പൊ വീട്ടില് പാലുണ്ടാവും, വീട്ടില് മോരുണ്ടാവും. എന്നിട്ട് അമ്മാമ്മ പാല് എടുത്ത് മോരൊഴിച്ച് വെക്കും. മോരൊഴിച്ചിട്ട് അതിനൊരു സാധനമുണ്ട്. ഒരു സാധനം എന്താ പറയാ, ഒരു ഇങ്ങനെ കറക്കി എടുക്കുന്ന സാധനം. അതുകൊണ്ട് ഇങ്ങനെ കറക്കി അതിനെ തൈരാക്കും. തൈരാക്കിയിട്ട് അതിനെ കടഞ്ഞ് അതിൽ നിന്ന് വെണ്ണ എടുക്കും. വെണ്ണ എടുത്ത് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ട് വെക്കും. അതിനെ നെയ്യാക്കിയിട്ടാണ് ഈ നെയ്യ് ഉണ്ടാക്കുക, കഴിക്കുക. പിന്നെ ഇത് മോര്. ഈ മോര്, എന്റെ പൊന്നെ, ആ മോരിന്റെ രസം ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല. അതിലും പച്ചമുളക്, ഇവിടുത്തെ പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ കൂടിയിട്ട് അടിച്ചാണ്ട് കുടിച്ച്, അല്ലെങ്കിൽ ഇത്തിരി പഴങ്കഞ്ഞിയിൽ തലേ ദിവസത്തെ ചോറിലാണ് ഒഴിച്ച് കൂട്ടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവൻ നിറനില കയറും. അതേ സൈസുള്ള മോരൊക്കെ ആയിരുന്നു. പിന്നെ നെല്ല് പുഴുങ്ങാതിരിക്കുമ്പോ അമ്മമ്മ നെല്ല് പുഴുങ്ങാതിരിക്കുമ്പോ ഈ പറമ്പിൽ മുഴുവൻ ഞങ്ങക്ക് പയറുണ്ടായിരുന്നു. പയറ് കൂർക്കൊക്കെ പറിച്ച് തണ്ടൽ ഒടിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് കൂർക്കാട്ടുണ്ട് പയറ്. ഈ പഴുത്ത പയറ് ഞങ്ങൾ പറിച്ചിട്ട് ഈ നെല്ലിന്റെ കൂടെ വെച്ചാണ് പുഴുങ്ങിയിട്ട് ഈ പയർ പൊളിച്ചാണ് തിന്നും. പൊളിച്ച് തിന്ന എന്റെ പൊന്നെ എന്താ ടേസ്റ്റ്. മരക്കിഴങ്ങ് അടുപ്പിലിട്ട് ചുട്ടിട്ട് ആ മരക്കിഴങ്ങ് തിന്നു നോക്കണം. ആ മരക്കിഴങ്ങ് തിന്ന അതിന്റെ ടേസ്റ്റ് എന്നിട്ട് മരക്കിഴങ്ങ് തിന്നണം. പിന്നെ കായ ചുട്ടി തിന്നും. ഇതൊക്കെ അപ്പച്ചനെ അമ്മാമ്മനെയൊക്കെ കാണാണ്ട് കായ ഉരിഞ്ഞുകൊണ്ടെന്ന് ഒക്കെ കിട്ടിയത് അതിലിട്ട് ചുട്ട് തിന്നും. പിന്നെ ചെറുകിഴങ്ങ് പുഴുങ്ങി തിന്നും. പിന്നെ മധുരക്കിഴങ്ങ്. ഇതൊക്കെയാണ് തീറ്റയായിരുന്നത്. അന്ന് എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഉണ്ടാവും. അപ്പൊ തിന്ന് അപ്പൊ ആരെങ്കിലും ഈ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇവിടെ ഒന്നുമല്ല, ഈ എന്താ പറയാ, വേറെ സ്ഥലങ്ങൾ, കിഴക്കൻ സ്ഥലങ്ങളൊക്കെ ചെന്ന് അപ്പനെ വിടറാന്ന് ചോദിക്കുമ്പോ അപ്പനെ ആ തൊലിക്ക് അപ്പുറത്തിരിപ്പുണ്ടെന്ന് പറയാം. അപ്പൊ കാരണം വെച്ചാൽ അത്രയ്ക്ക് തിന്ന് കൂട്ടിയുണ്ടാവും അപ്പൻ. അപ്പൊ അന്നത്തെ തീറ്റയൊക്കെ അത്. അതിനെ ചക്കക്കുരു നല്ല സാധനമല്ലേ, ചക്കക്കുരു ചുട്ടി തിന്നും.
അതൊക്കെയാണ് അന്നത്തെ തീറ്റ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്റെ മനസ്സിലുണ്ട് പള്ളിയിൽ ഒരു കോർട്ട് ഉണ്ടാക്കുക, പള്ളിയിൽ ഇപ്പൊ നമ്മുടെ പ്രായമായ ആൾക്കാര്, എന്നിട്ട് എന്റെ മനസ്സിൽ ഞാൻ ഒരു എന്താ പറയാ, ഒരു പേര് വരെ ഉണ്ടാക്കി, 50+ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ 50+ എന്ന് വെച്ചാൽ സീനിയർ സിറ്റിസൺ 50+. അതിന് പേര് എന്റെ മനസ്സിൽ വന്നതാണ് 50+. എന്നിട്ട് പിള്ളേരൊക്കെ ആൾക്കാരൊക്കെ കൂട്ടുക. അപ്പൊ എന്നിട്ട് പള്ളിയിൽ ഒത്തുകൂടാനും പള്ളിയിൽ കളിക്കാനും ഒക്കെ ആകുമ്പോ ഞങ്ങൾക്കും ഒരു രസമല്ലേ. ഇപ്പൊ എന്തോരം ആൾക്കാർ വീടുകളിൽ ഇരുന്നോണ്ട് ബോറടിക്കണ്. ഇപ്പൊ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കടയിൽ പോണതുകൊണ്ട് അതിന് സമയമില്ല. അല്ലാത്ത ആൾക്കാർ ബോറടിക്കലല്ല, ഒന്നും മിണ്ടാനും പറയാനോ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കണം. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ പള്ളിയിൽ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ എന്റെ മനസ്സിൽ തോന്നി. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് 50+, അങ്ങനെ ഒരു പേരുണ്ടാക്കുക. പേരുണ്ടാക്കി കുറെ ആൾക്കാർ സംഘടിപ്പിക്കുക.